ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ വെബ് ടെക്നോളജി ചാപ്റ്റർ 4 ഇതിൻ്റെ 5-ാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്ക് വൈകാതെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന ടോപ്പിക്കാണ്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് JavaScript. JavaScript is a client-side scripting language used to make web pages interactive. Interactive ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് JavaScript എന്ന് പറയുന്നത്. JavaScript was developed by Brendan H. The extension of JavaScript file is .js. അതായത് ഈ JavaScript ഫയൽ നമ്മൾ JavaScript നമ്മൾ എഴുതിയ ശേഷം അത് സേവ് ചെയ്യുന്നത് എപ്പോഴും .js എന്ന എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും. Then JavaScript is popular as a tool for validation of forms in the client side. അപ്പോൾ നമ്മൾ പറഞ്ഞു JavaScript എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JavaScript നമ്മൾ എപ്പോഴും ഇതിനിടയ്ക്ക് ഉപയോഗിക്കുന്നത് ഫോംസ് വാലിഡേഷൻ ചെയ്യാൻ, ക്ലയൻറ്റ് സൈഡിലുള്ള ഫോംസിൻ്റെ വാലിഡേഷന് വേണ്ടിയിട്ടാണ് JavaScript നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, അതായത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ എല്ലാ ബ്രൗസേഴ്സിലും JavaScript വർക്ക് ചെയ്യും. അതുകൊണ്ട് JavaScript എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് അജാക്സിനെ കുറിച്ചാണ്. അജാക്സ് ഈസ് അസിൻക്രണസ് JavaScript ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ അജാക്സ് എന്ന് പറയുന്നത് JavaScriptൻ്റെയും അതുപോലെ തന്നെ XMLൻ്റെയും ഒരു കോമ്പിനേഷനാണ് അജാക്സ് എന്ന് പറയുന്നത്. XML is markup language which helps users to create new tags. പുതിയ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് XML എന്ന് പറയുന്നത്. അജാക്സിൽ XMLും അതോടൊപ്പം തന്നെ JavaScriptും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് അജാക്സ് ഓൺ എ വെബ്സൈറ്റ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ എൻറ്റയർ പേജ് ടു ബി റീലോഡഡ് ഫോർ ഡിസ്പ്ലേയിങ് ഡൈനാമിക് കണ്ടന്റ് ഓൺ വെബ് പേജസ്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ +1 ഏകജാലകം വഴി അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്സ്, പാരൻസ് നെയിം, അതുപോലെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതായത് ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് കയറേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ ഡിസ്പ്ലേ ചെയ്ത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിങ്ങനെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ വെബ്സൈറ്റിൽ അജാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇനി ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് അജാക്സ് ഓൺ എ വെബ്സൈറ്റ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ എൻറ്റയർ പേജ് ടു ബി റീലോഡഡ് ഫോർ ഡിസ്പ്ലേയിങ് ഡൈനാമിക് കണ്ടന്റ് ഓൺ വെബ് പേജസ്. വെബ് പേജസിൽ ഒരു ഡൈനാമിക് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കയറിയ അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്ത ആ വെബ്സൈറ്റിൻ്റെ പേജ് ഒന്ന് റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളവിടെ അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ തന്നെ പേജ് റീലോഡ് ചെയ്യാതെ കാണാൻ സാധിച്ചത് അജാക്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊണ്ടാണ്. Then, however, since Ajax relies more on JavaScript, if the browser is not capable of handling JavaScript or the user has turned off JavaScript functionality in the browser, the Ajax application will not work. നമ്മൾ പറഞ്ഞു അജാക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് JavaScriptും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ JavaScript ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തൊരു ബ്രൗസറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ യൂസർ JavaScriptൻ്റെ ഫംഗ്ഷനാലിറ്റി ബ്രൗസറിൽ ടേൺഡ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അജാക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത്രയുമാണ് അജാക്സിൻ്റെ പോയിന്റ്സ് വരുന്നത്. അടുത്തതായിട്ട് VB Script. VB Script is a scripting language developed by Microsoft Corporation based on the popular programming language Visual Basic. Visual Basic എന്ന് പറയുന്ന ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB Script എന്ന് പറയുന്നത്. അപ്പോൾ VB Script എന്ന് പറയുന്നത് പോപ്പുലർ ഫോർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമ്മൾ നേരത്തെ കണ്ട JavaScript എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരുന്നു. VB Script എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. Browsers other than Internet Explorer may not be able to correctly interpret and display the VB Script code. Internet Explorer അല്ലാത്ത മറ്റു ബ്രൗസറിലൂടെ നമുക്കൊരിക്കലും VB Script കോഡ് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ VB Script ഇറ്റ് ഈസ് നോട്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് തന്നെ VB Script എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം എന്താ? ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലൂടെ മാത്രമേ നമുക്ക് VB Script കോഡ് റൺ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. എല്ലാ പ്ലാറ്റ്ഫോമിലും അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ല. നെക്സ്റ്റ് വൺ PHP. PHP stands for PHP Hypertext Preprocessor.
PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് PHP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂൾ. ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തതായിട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് PHP ഈസ് ടു ഡെവലപ്പ് ഡൈനാമിക് വെബ് പേജസ് അറ്റ് ഈസ്. അതായത് വളരെ എളുപ്പത്തിന് ഡൈനാമിക് വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PHP എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഒരുപാട് കമ്പനീസിലൊക്കെ വെബ് ഡിസൈനിങ്ങിനെല്ലാം PHP ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PHP was originally created by Rasmus Lerdof in 1994, but it is now developed by PHP Group. ഇപ്പോൾ PHP ആദ്യം ക്രിയേറ്റ് ചെയ്ത ലെർഡോഫ് ആണ് 1994. അതുപോലെ തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഇൻ PHP ഈസ് ഇറ്റ്സ് സപ്പോർട്ട് ഫോർ ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ ഈ PHPയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താ? ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. The most common database used with PHP is MySQL. PHPയിലെ ഏറ്റവും കൂടുതൽ PHPയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് MySQL ആണ്. ഓക്കെ, അതുപോലെ തന്നെ PHP കോഡ് റൺ ചെയ്യുന്നതിന് വേണ്ടി വെബ് സെർവറിൽ ഒരു PHP ഇൻ്റർപ്രിറ്റർ കൂടി ആവശ്യമാണ്. To process the PHP code on the web server, a PHP interpreter has to be installed on the web server. Next one, Active Server Pages അഥവാ ASP. Microsoft Active Server Pages is a server-side scripting environment that can be used to create and run interactive web application. അതായത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും റൺ ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻ്റ് ആണ് ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ASP കണ്ടെയ്ൻസ് HTML ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡ്. ASPയിലെ HTMLും അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ASP files have the extension .asp. ASP files നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ നോക്കിയാൽ മതി. ഫയൽ എക്സ്റ്റൻഷൻ എപ്പോഴും .asp എന്നായിരിക്കും. ASP files are executed only on Windows operating system. ASP files വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടൊരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ല. therefore it is not platform independent. It is a very powerful scripting language that provides support to a variety of databases. ഒത്തിരി വെറൈറ്റി ഓഫ് ഡാറ്റാബേസസിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്. അടുത്തത് ജാവ സെർവർ പേജസ് ഓർ JSP. Java Server Pages or JSP technology provides a simple and fast way to create dynamic web content. ഡൈനാമിക് വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ജാവ സെർവർ പേജസ് എന്ന് പറയുന്നത്. ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡെവലപ്പ് ചെയ്തത് Sun Microsystems in 1999. JSP ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .jsp ആണ്. The JSP code consisting of HTML and Java is executed on the web server and the resulting HTML code is sent to the browser. JSP കോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് HTML ഉണ്ടാവും, അതുപോലെ തന്നെ ജാവ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കോഡും വെബ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം റിസൾട്ടിങ് HTML കോഡായിരിക്കും ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ പഠിച്ച സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന ടോപ്പിക്കിൻ്റെ താഴെ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഈസിയാണ് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പഠിക്കാൻ. ഓരോ പോയിന്റ്സും കമ്പയർ ചെയ്ത് പഠിക്കുക. ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്, അതുപോലെ ഓരോന്നിൻ്റെയും എക്സ്റ്റൻഷൻ ഏതൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ഈ പോയിന്റ്സ് പഠിക്കുമ്പോൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ടോപ്പിക്കാണ് കാസ്കേഡിംഗ് സ്റ്റാറ്റ് ഷീറ്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് +2 ബേസിസിന് വളരെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഈസ് എ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഫോർമാറ്റിംഗ് ഓഫ് എ ഡോക്യുമെൻറ്റ് റിട്ടേൺ ഇൻ HTML. അതായത് ഒരു HTML ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് അഥവാ CSS എന്ന് പറയുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടൻസിൻ്റെ ഫോണ്ട് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ എങ്ങനെയായിരിക്കണം വരേണ്ടത്, എങ്ങനെയായിരിക്കും സ്പേസ് കൊടുക്കേണ്ടത്, പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസ് എങ്ങനെയായിരിക്കും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. സോ യൂസിങ് CSS we can control the color of the text, the style of fonts, the spacing between paragraphs, how columns are sized and laid out, borders and its colors, what background images or colors are used, as well as variety of other effects in web page. അതായത് ആ വെബ് പേജിൽ എന്തൊക്കെ ഇഫക്റ്റ് നമുക്ക് വേണം, എന്തൊക്കെ സ്റ്റൈൽസ് നമുക്ക് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നൽകുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്.
കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നമുക്ക് 3 ഡിഫറെൻറ്റ് വേസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ആൻഡ് ഇൻലൈൻ CSS is used to apply a unique style to a single HTML element. സിംഗിൾ HTML എലമെൻറ്റിന് മാത്രം ഒരു യൂണിക് സ്റ്റൈൽ നൽകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ CSS ആണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ആൻഡ് ഇൻലൈൻ CSS uses the style attribute of an HTML element. അതായത് ആ HTML എലമെൻറ്റിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആയിരിക്കും ഇൻലൈൻ CSS ഉപയോഗിക്കുന്നത്. HTML പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ടാഗ്സിനെ കുറിച്ചെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ഇൻലൈൻ CSS ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. ഇൻലൈൻ CSS എപ്പോഴും ഉപയോഗിക്കുന്നത് ആ HTML എലമെൻറ്റിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ H1 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ടിലാണ് ഇവിടെ ഒരു സ്റ്റൈൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് H1 സ്റ്റൈൽ ഈക്വൽ ടു കളർ ബ്ലൂ, എ ബ്ലൂ ഹെഡിങ്, ദെൻ H1 ടാഗ് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ബ്ലൂ ഹെഡിങ് എന്ന് പറഞ്ഞ ഈ സെൻറ്റൻസ് ബ്ലൂ കളറിലായിരിക്കും വരുന്നത്. കാരണം ഇവിടെ H1 എന്ന് പറഞ്ഞ ഈ ടാഗിന് നിങ്ങൾ നൽകിയ സ്റ്റൈൽ എന്ന് പറയുന്നത് ബ്ലൂ കളർക്ക് നൽകുക എന്ന സ്റ്റൈലാണ് നിങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. മനസ്സിലായോ? ഇൻലൈൻ CSS മെയിൻലി ഒരു സിംഗിൾ HTML എലമെൻറ്റിന് ഒരു സ്റ്റൈൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇന്റേണൽ CSS or embedded CSS. An internal CSS is used to define a style for a single HTML page. ഒരു സിംഗിൾ HTML പേജിന് ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എംബഡഡ് CSS അഥവാ ഇന്റേണൽ CSS എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ചെയ്ത HTML ഡോക്യുമെൻറ്റിന് മൊത്തത്തിൽ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് നൽകണം. അങ്ങനെയെങ്കിലാണ് നിങ്ങളിവിടെ ഇന്റേണൽ CSS ഉപയോഗിക്കുന്നത്. An internal CSS is defined in the head section of an HTML page within a style element. അപ്പോൾ ഇന്റേണൽ CSS എപ്പോഴും ഒരു HTML പേജിൻ്റെ ഹെഡ് സെക്ഷനിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ സ്റ്റൈൽ എലമെൻറ്റിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തത് എക്സ്റ്റേണൽ CSS. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു വെബ്സൈറ്റിന് ഇന്ന സ്റ്റൈൽസ് നിങ്ങൾക്ക് വേണം. അതൊരു എക്സ്റ്റേണൽ ഫയലായിട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അതായത് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതിൻ്റെ കളർ എങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെയുള്ള സ്റ്റൈലെല്ലാം നിങ്ങളൊരു വേറെ സെപ്പറേറ്റ് ഫയലായിട്ട് സേവ് ചെയ്തു. ഈ ഫയലിനെ നമ്മുടെ HTML പേജിലേക്ക് ലിങ്ക് ചെയ്ത് ഒരു സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? ഏത് വെബ്സൈറ്റിന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ സ്റ്റൈൽ കൊടുക്കും. എങ്ങനെ? ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ എക്സ്റ്റേണൽ CSS ഫയൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫയലിലേക്കാണോ ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിലേക്കാണോ അത് ലിങ്ക് ചെയ്യുന്നത് ആ വെബ്സൈറ്റിന് നിങ്ങൾ ആ ഫയലിൽ നൽകിയ എല്ലാ സ്റ്റൈൽസും അവിടെ ആപ്ലിക്കബിൾ ആവും. ഇതിനെയാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. An external style sheet is used to define the style for many HTML pages. ഒന്നിലധികം HTML പേജസിലേക്ക് ഒരു സ്റ്റൈൽ നൽകണം. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എക്സ്റ്റേണൽ CSS അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുന്നത്. To use an external style sheet, add a link to it in the head section of an HTML page. ആ HTML പേജിൻ്റെ ഹെഡ് സെക്ഷനിലേക്ക് ലിങ്ക് നൽകുക. അതായത് ഏത് പേജാണോ നിങ്ങൾ അവിടെ നൽകേണ്ടത്, ഏത് CSS ഫയലാണോ ലിങ്ക് ചെയ്യേണ്ടത്, ആ ലിങ്ക് ഹെഡ് സെക്ഷനിൽ നൽകുക. അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS അവിടെ ഉപയോഗിക്കുന്നത്. Linked CSS implementation is done using an external file with the file extension .css that contains only CSS code and it is linked with the web page. .css എന്നായിരിക്കും നമ്മളവിടെ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ CSS കോഡിൻ്റെ .css എഴുതിയ ആ CSS കോഡുള്ള ഫയൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയലായിരിക്കും നമ്മളിവിടെ ലിങ്ക് ചെയ്തത്. ഈ രീതിയിലാണ് എക്സ്റ്റേണൽ CSS ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ആക്ച്വലി കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിന് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. അത്രത്തോളം വലിയൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൻ്റെ വളരെ ചെറിയൊരു കാര്യം എന്താണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതിൻ്റെ 3 ഡിഫറെൻറ്റ് വേസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഏതൊക്കെയാണ്, അത് മാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ വളരെ ചെറിയൊരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. മാക്സിമം അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കാൻ നോക്കുക. അതോടൊപ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണേ. അതോടൊപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. താങ്ക്